ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ് സ്ട്രക്ചർ ഓഫ് ഫാക്റ്റ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ക്ലാസ്സാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നോട്ട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാഥോഡ് റേസിൻ്റെ കണ്ടുപിടുത്തം വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്. ഓർമ്മയുണ്ടോ അത്ര എല്ലാവർക്കും? അപ്പം എങ്ങനെയായിരുന്നു? ഡിസ്ചാർജ് ട്യൂബിലൂടെ ഇലക്ട്രിസിറ്റി ഹൈ വോൾട്ടേജിൽ കടത്തിവിട്ടപ്പം കാഥോഡിൽ നിന്നും കാഥോഡ് റേസ് ആനോഡിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അത്രയും വരെയാണ് നോക്കിയത്. അപ്പോൾ ആ കാഥോഡ് റേസിൻ്റെ കുറേ പ്രത്യേകതകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കിയേ, കാഥോഡ് റേസിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ നോക്കി. കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പേക്ക് ഒബ്ജെക്ട്സ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത് ഇൻഡിക്കേറ്റിംഗ് ദ കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. എന്താണ് പറഞ്ഞേക്കുന്നത്? ആ ഫിഗർ 1.2 ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതാര്യ വസ്തു എന്ന് വെച്ചാൽ ലൈറ്റിനെ കടത്തിവിടാത്ത ഏതെങ്കിലും ഒരു വസ്തു വെക്കുമ്പം ഈ കാഥോഡ് റേസ് പോകുന്ന സമയത്ത് ഇതിൻ്റെ നിഴൽ കാണിക്കുന്നുണ്ട്. ആ ഒപ്പേക്ക് ഒബ്ജക്റ്റിൻ്റെ നിഴൽ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ കാഥോഡ് റേസ് എപ്പോഴും സഞ്ചരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും കാഥോഡ് റേസിൻ്റെ സഞ്ചാരം. ആ ഒരു പോയിൻ്റാണ് നമ്മളവിടെ പഠിക്കേണ്ടത്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഫസ്റ്റ് പോയിൻ്റ് ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിൻ്റ്, ഇഫ് എ സ്മോൾ പെഡൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദി പാത്ത് ഓഫ് ദി കാഥോഡ് റേസ് it rotates. Thus, we can understand the particles in the cathode rays have mass. എന്താണ് പറഞ്ഞേക്കുന്നത്? ആ ഡിസ്ചാർജ് ട്യൂബിൽ ഒരു പെഡൽ വീല് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ഇതിലുള്ള ഒരു വീല് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കാഥോഡ് റേസ് പോകുന്ന സമയത്ത് നമ്മളുടെ ഹൈ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടല്ലേ ഈ കാഥോഡ് റേസ് കടന്നു പോകുന്ന സമയത്ത് ഈ പെഡൽ വീല് കറങ്ങുന്നുണ്ട്. അതിന് കറക്കം സംഭവിക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ അവിടുന്ന് പഠിക്കേണ്ടത് കാഥോഡ് റേസിന് മാസ് ഉണ്ട്. എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പോൾ രണ്ട് ക്യാരക്ടർ നമ്മൾ കാഥോഡ് റേസിൻ്റെ പഠിച്ചു. ഫസ്റ്റ് എന്തായിരുന്നു? കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ്, കാഥോഡ് റേസ് ഹാവ് മാസ്. രണ്ടും ഓക്കെ അല്ലേ? അടുത്ത പ്രത്യേകത നോക്കി. When an electric field is applied on both sides of the rays, they are found to be attracted towards the positive side. എന്താണ് പറഞ്ഞേക്കുന്നത്? അവിടെ അടുത്തൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 1.4 നോക്കി. അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ഡിസ്ചാർജ് ട്യൂബിൻ്റെ രണ്ട് സൈഡിലും ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ഒരിടം പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ഈ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. പക്ഷേ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പം ഇത് പോസിറ്റീവ് സൈഡിലേക്ക് വളഞ്ഞു പോകുന്നു. ഫ്രം ദിസ് വി ക്യാൻ ഇൻഫർ ദാറ്റ് കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. അപ്പം ഈ കാഥോഡ് റേസ് പോസിറ്റീവ് ചാർജും ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷേ ഇതെങ്ങോട്ടാണ് ഡീവിയേഷൻ സംഭവിച്ചു പോകുന്നത്? പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാഥോഡ് റേസിനൊപ്പം നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവും പോസിറ്റീവും തമ്മിലല്ലേ അട്രാക്റ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ടാണത് പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിലോട്ട് പോയത്. ഓക്കെ ആണോ? അപ്പോൾ 3 പോയിന്റ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. രണ്ടാമത്തത് കാഥോഡ് റേസിന് മാസ് ഉണ്ട്. മൂന്നാമത്തത് കാഥോഡ് റേസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജാണ്. ഇത്ര ഓക്കെ ആണോ? ലാസ്റ്റ് പോയിന്റ്, ദ പാത്ത് ഓഫ് ദി കാഥോഡ് റേസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ആൾസോ. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിലും കാഥോഡ് റേസ് എന്തെടുക്കും? അതിന് ഡീവിയേഷൻ ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത്രയും പോയിന്റ് ഓക്കെ അല്ലേ? ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളൊരു സയൻറ്റിസ്റ്റാണ് ജെ തോംസൺ. എന്താണ്? ജെ തോംസൺ. ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോഴേ നമ്മൾ ഓർക്കേണ്ടത് ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച് ആരാന്ന് ചോദിക്കുമ്പം ജെ തോംസൺ ആണ്. ഇവിടെ നമ്മൾ ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ ഗ്യാസും അതിൻ്റെ ആ ഇലക്ട്രോഡ്സ് ഉണ്ടാക്കിയേക്കുന്ന മെറ്റലും എല്ലാം മാറ്റി നോക്കുമ്പോഴും ആ കാഥോഡ് റേസിന് ഒരു മാറ്റവും ഇല്ല. അപ്പം നമ്മൾ അതിലൂടെ അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ this indicate that the particles in the cathode rays are present in all substance. കാഥോഡ് റേസിലെ സബ്സ്റ്റൻസ് എല്ലാ പാർട്ടിക്കിൾസ് എല്ലാ സബ്സ്റ്റൻസിലും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതിനെ ആ കാഥോഡ് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇലക്ട്രോൺ. മനസ്സിലായോ? എന്താണ് ഇലക്ട്രോൺ? അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ തോംസൺ.
നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. എന്നിട്ട് ഒരു പോയിന്റ് കൂടെ അദ്ദേഹത്തെ പറ്റി പഠിക്കണം. ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് ടു മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ വാസ് ഡിറ്റർമിൻഡ് ബൈ ജെ തോംസൺ. ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോയും ഇദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പം ഇദ്ദേഹം കണ്ടുപിടിച്ചതാണ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് ടു മാസ് ഓഫ് ആൻ ആറ്റം വാസ് ഡിറ്റർമിൻഡ് ബൈ ജെ തോംസൺ. അങ്ങനെ സയൻറ്റിസ്റ്റ് എല്ലാം അദ്ദേഹത്തിൻ്റെ ആ കാഥോഡ് റേസിനെ പറ്റിയുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹം പ്രൂവ് ചെയ്തു എന്ത്, ആറ്റത്തേക്കാൾ ചെറിയ കണങ്ങളുണ്ട്, ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരാളെ നമുക്ക് കിട്ടിയ ഇലക്ട്രോൺ. അപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1906 1906 he received the Nobel Prize in Physics for the discharge tube experiment and discoveries. അപ്പം 1906 അദ്ദേഹത്തിന് ഈ കണ്ടുപിടുത്തങ്ങൾക്ക്, ഈ റേഷ്യോ കണ്ടുപിടിച്ചതിനും ഇലക്ട്രോൺ കണ്ടുപിടിച്ചതിനും എല്ലാം അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചു. ജസ്റ്റ് ഇവിടെ നിന്ന് ഇതാണ് ഓർത്തിരിക്കേണ്ടത്. മെയിനായിട്ടും ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അടുത്ത് നമുക്ക് പ്രോട്ടോണിനെ പറ്റി നോക്കാം. ഇവിടെ പ്രോട്ടോണിനെ പറ്റി പഠിക്കുമ്പം ആദ്യം തന്നെ പഠിക്കേണ്ട സയൻറ്റിസ്റ്റാണ് ഗോൾഡ്സ്റ്റീൻ. അദ്ദേഹം എന്തെടുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കാഥോഡ് റേസിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയ കൂട്ട് ഡിസ്ചാർജ് ട്യൂബിൽ വേറൊരു റേയുടെ അദ്ദേഹം കണ്ടെത്തി, പ്രസൻസൂടെ കണ്ടെത്തി. ആ റേയെ അദ്ദേഹം കനാൽ റേസ് എന്ന് വിളിച്ചു. അപ്പം കാഥോഡ് റേസ് കണ്ടെത്തിയ കൂട്ട് ഒരു റേസ് കൂടെ ആര് കണ്ടെത്തി? ഗോൾഡ്സ്റ്റീൻ കണ്ടെത്തി. കാഥോഡ് റേസ് വേറെ ആളാ കണ്ടെത്തി. ആരായിരുന്നു? വില്യം ക്രൂക്സ് ആയിരുന്നു കണ്ടെത്തിയത്. ഇവിടെ ഗോൾഡ്സ്റ്റീൻ കനാൽ റേസ് കണ്ടെത്തി. അപ്പോൾ ഈ കനാൽ റേസ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ആനോഡിൽ നിന്നാണ് പുറപ്പെടുവിച്ച് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ആനോഡിൽ നിന്ന് വരുന്നതുകൊണ്ട് പോസിറ്റീവാണല്ലോ ആനോഡ്. അപ്പോൾ ആനോഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ആനോഡ് റേസ് എന്ന് വിളിച്ചു. പിന്നെ ഈ ഒരു റേക്കുള്ള പ്രത്യേകത നേരത്തെ കാഥോഡ് റേസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. എന്താണ്? കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടിക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. അതിലെ ആ ഡിസ്ചാർജ് ട്യൂബിലെ ഇലക്ട്രോൺ ഉണ്ടാക്കിയേക്കുന്ന മെറ്റൽ മാറ്റിയാലോ അതിനകത്ത് ഗ്യാസ് മാറ്റിയാലോ ഒന്നും ഒരു മാറ്റവും ആ കാഥോഡ് റേസിന് ഉണ്ടാകത്തില്ല. കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടിക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടെത്തിയ ഈ ആനോഡ് റേസിന് അതിനകത്തെ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് ചേഞ്ച് ചെയ്തപ്പം മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഈ ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തു. ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് നോക്കിയപ്പം ചെറുതും പോസിറ്റീവായിട്ടുള്ള ചാർജ് കാണിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് മനസ്സിലായി, അപ്പോൾ പോസിറ്റീവാണ്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ആ റേ പോസിറ്റീവ് റേ ആണ്. അതിനങ്ങനെ നമ്മൾ പേര് കൊടുത്ത് എന്താണ്? പ്രോട്ടോൺ. നോക്കി, ഇറ്റ് വാസ് ഏണസ്റ്റ് റൂദർഫോർഡ് ഹൂ ഡിസ്കവേർഡ് ദാറ്റ് ദിസ് വാസ് എ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആൻഡ് നെയ്മഡ് ഇറ്റ് പ്രോട്ടോൺ. ലാസ്റ്റ് അങ്ങനെ ആ പരീക്ഷണങ്ങളൊക്കെ കണ്ടെത്തി ലാസ്റ്റ് പ്രോട്ടോൺ ആണ് എന്ന് പേര് കൊടുത്ത് ആ ഒരു കണ്ടുപിടുത്തം നടത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂദർഫോർഡാണ്. ഏണസ്റ്റ് റൂദർഫോർഡാണ്. ഓക്കെയാണ് ഇത്രയും കാര്യങ്ങൾ. പ്രോട്ടോണും കഴിഞ്ഞു, ഇലക്ട്രോണും കഴിഞ്ഞു. അപ്പം നമുക്ക് മനസ്സിലായി പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ടെന്ന്. അതിൻ്റെ ചാർജുകൾ നമ്മൾ കണ്ടെത്തി. ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് വെച്ചിട്ട് ആറ്റത്തിൻ്റെ മോഡൽ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ സയൻറ്റിസ്റ്റ്. അതിൽ 3 പേരെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പഠിക്കാനുള്ള തോംസണിൻ്റെ മോഡൽ. ജെ തോംസണിൽ നമ്മൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസണിൻ്റെ മോഡൽ ഓഫ് ആറ്റം പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം പഠിക്കാനുണ്ട്. പിന്നെ ലാസ്റ്റ് വന്ന് ബോറിൻ്റെ ആറ്റം മോഡലും പഠിക്കാനുണ്ട്. ഇവിടെ ഒരു എക്സാക്റ്റ് നമ്മളിപ്പോൾ പഠിക്കുന്ന ആ ഒരു മോഡലിലേക്ക് എത്തിച്ചത് ബോറാണ്. അതിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരുത്തർ കണ്ടുപിടിച്ചവരാണ്. അതിന് മുന്നേ വന്ന് തോംസൺ ആയാലും റൂദർഫോർഡ് ആയാലും ഇവരുടെ 3 പേരെ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് തോംസണിൻ്റെ നോക്കാം. തോംസണിൻ്റെ ആറ്റം മോഡൽ നമ്മൾ അറിയപ്പെടുന്നത് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ്. പ്ലം പുഡിംഗ് മോഡൽ നോക്കി, ആരുടെയാണ് പ്ലം പുഡിംഗ് മോഡൽ? ജെ തോംസണിൻ്റെ. അപ്പോൾ തോംസൺ ഇലക്ട്രോണിനെ ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു മോഡൽ നോക്കുമോ നമ്മൾ ആറ്റം എന്താണെന്നും ഒന്നും അറിയത്തില്ല. ഓരോ രീതിയിൽ ആറ്റത്തിൻ്റെ മോഡലൊക്കെ കണ്ടുപിടിക്കാൻ നോക്കുക. അദ്ദേഹം എന്താ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
പ്ലം പുഡിംഗ് മോഡലാണ് ആറ്റത്തിന് തയ്യാറാക്കി. നോക്കിയേ, J.J. Thomson proposed his plum pudding model when the presence of negative particles were identified in atoms. നെഗറ്റീവ് പാർട്ടിക്കിൾസിൻ്റെ സാന്നിധ്യം ആറ്റത്തിനകത്തുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് കണ്ടെത്തിയതോടെ നമുക്ക് ആറ്റത്തിൻ്റെ മോഡൽ കണ്ടെത്താനായി അടുത്ത സ്റ്റെപ്പ്. According to this model, negatively charged electrons are embedded in a positively charged sphere. ഒരു സ്ഫിയർ എടുക്കുക, ഇവിടെ കാണിച്ചേക്കുന്ന ആ ഡാർക്ക് പിങ്ക് കളറ് ഒരു സ്ഫിയർ, അതിലേക്ക് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉള്ളത് കൂട്ടാണ് അദ്ദേഹം ഒരു മോഡൽ ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ വാട്ടർമെലൺ മോഡലാണ് ഇദ്ദേഹത്തിൻ്റെ കറക്റ്റ്, അങ്ങനെയും നമ്മൾ പറയും. വാട്ടർമെലൺ മോഡൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രിസ്മസിനൊക്കെ മേടിക്കുന്ന പ്ലം കേക്ക് ഇല്ലേ, അപ്പോൾ അതിനകത്തും എന്താണ്, അതിനകത്ത് ആ പ്ലം ആ ഫുൾ ഭാഗം നമ്മൾ കഴിക്കുന്ന ആ കേക്ക് ഭാഗം എന്താണ് പോസിറ്റീവായിട്ടും അതിനകത്ത് അങ്ങിങ്ങായിട്ട് മുന്തിരിങ്ങയൊക്കെ ഇല്ലേ, അത് എന്താണ് ഈ ഇലക്ട്രോണായിട്ടും അദ്ദേഹം എടുത്ത്. അല്ലെങ്കിൽ വാട്ടർമെലോൺ എടുത്തു കഴിഞ്ഞാൽ തണ്ണിമത്തങ്ങയ്ക്കകത്ത് ആ തണ്ണിമത്തങ്ങ മുറിക്കുമ്പം ആ കഴിക്കുന്ന ഭാഗം, ആ റോസ് ഭാഗം എന്താണ് പോസിറ്റീവായിട്ടും, റോസ് ഭാഗം ഫുള്ളും പോസിറ്റീവായിട്ടും അതിനകത്ത് കുരുക്കളില്ലേ, കുരുക്കളങ്ങിങ്ങായിട്ട് കുരുക്കളുള്ള ഭാഗം, ആ കുരുക്കളെ എന്തായിട്ട് വിത്തിനെ എന്തായിട്ട് കരുതി നെഗറ്റീവ് ചാർജായിട്ടും സങ്കല്പിച്ചിട്ടാണ് ഈ ഒരു മോഡൽ അദ്ദേഹം ഇറക്കിയത്. മനസ്സിലായില്ലേ? പക്ഷേ the total number of positive charges and negative charges in the sphere will be equal. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതിനകത്ത് പോസിറ്റീവ് ചാർജ് എത്രയുണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പം അതിനകത്ത് ആ സ്ഫിയറിലെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയാലും അത് പിന്നെ ന്യൂട്രലാവും. ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇല്ലാത്തൊരു കാര്യമായിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, സോ ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അദ്ദേഹത്തിൻ്റെ മോഡലിൽ അദ്ദേഹം അപ്പോൾ പറഞ്ഞു ആറ്റം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, കാരണം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിൻ്റെയും എണ്ണം ഈക്വലാണ്. അപ്പം അതാണ് എന്താണ് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ബട്ട് തോംസൺ മോഡൽ ഈസ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ റിസൾട്ട് ഓഫ് സെവറൽ എക്സ്പെരിമെൻറ്റ്, ഹെൻസ് ദിസ് മോഡൽ വാസ് റിജക്റ്റഡ്. പക്ഷേ വേറെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പം ഇതൊന്നും പ്രാവർത്തികമായിട്ടില്ല, അതൊന്നും പക്കായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ മോഡൽ എന്തോ ആയി, റിജക്റ്റായി. പക്ഷെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ദി ആറ്റം വരെ ഓക്കെ ആയില്ലേ? അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത്രയും ഭാഗമാണ്. ഇനി നമുക്ക് ഇന്ന് പഠിച്ചതിൻ്റെ നോട്ട്സ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്? കാഥോഡ് റേസിൻ്റെ പ്രധാന പ്രത്യേകതകളൊക്കെ എന്തൊക്കെയായിരുന്നു? കാഥോഡ് റേസ് ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻ. കാഥോഡ് റേസ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നേരെയാണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, കാഥോഡ് റേസ് ഹാവ് മാസ്. കാഥോഡ് റേസിന് മാസ് ഉണ്ട്. അടുത്തത്, കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജാണ്. ലാസ്റ്റ് പ്രത്യേകത, ദ പാത്ത് ഓഫ് ദി കാഥോഡ് റേസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ. മാഗ്നറ്റിക് ഫീൽഡിലും ഇതിൻ്റെ പാത്തിന് ഡിഫ്ലക്ഷൻ സംഭവിക്കും. വെച്ചാൽ അത് പോസിറ്റീവ് സൈഡിലോട്ട് അതിന് അട്രാക്ഷൻ വരും. മനസ്സിലായില്ലേ? പിന്നെ ഇത് കൂടാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കേണ്ടത് കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ്, അത് ആ ഡിസ്ചാർജ് ട്യൂബിൽ നിറച്ചേക്കുന്ന ഗ്യാസോ അതിന് ഉണ്ടാക്കിയേക്കുന്ന മെറ്റലോ ഒന്നും കൊണ്ട് ചേഞ്ച് ആവത്തില്ല. അതുകൂടി ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചേക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് ദി ഇലക്ട്രോൺ മാസ് റേഷ്യോ? ആരാണ് ഇലക്ട്രോൺ മാസ് റേഷ്യോ കണ്ടെത്തിയത്? J.J. തോംസൺ. നമ്മൾ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഒക്കെ ലഭിച്ച കാര്യം. വാട്ട് വാസ് യൂഗിൻ ഗോൾഡ്സ്റ്റൈൻ ആനോഡ് റേസ് എക്സ്പെരിമെൻറ്റ്? എന്തായിരുന്നു ഗോൾഡ്സ്റ്റൈൻ്റെ ആനോഡ് റേ എക്സ്പെരിമെൻറ്റ്? എന്തായിരുന്നു? ഓക്കെ, യൂഗിൻ ഗോൾഡ്സ്റ്റൈൻ carried out a modified cathode ray tube experiment in which he used electric discharge in a modified discharge tube with പെർഫറേറ്റഡ് കാഥോഡ്. അദ്ദേഹം എന്തെടുത്തു? നമ്മൾ കാഥോഡ് റേസ് കണ്ടുപിടിക്കാൻ നേരത്ത് ആനോഡിന് സുഷിരങ്ങൾ ഇട്ടു. അതുകൊണ്ട് ഇവിടെ കാഥോഡിന് സുഷിരങ്ങൾ ഇട്ടിട്ട് നിരീക്ഷിച്ചപ്പം എന്ത് സംഭവിച്ചു? ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ഹി ഡിസ്കവർഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് റേസ് വിച്ച് ഹി നെയ്മഡ് കനാൽ റേസ്. അപ്പോൾ അതിൽ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം കണ്ടെത്തി പോസിറ്റീവ് ചാർജുള്ള റേസ് ഉണ്ട്. എന്നിട്ടത് കനാൽ റേസ് എന്ന് വിളിച്ചു. കനാൽ റേസ് ആർ ആൾസോ നോൺ ആസ് ആനോഡ് റേസ്. ആ കനാൽ റേസിനെ ആനോഡ് റേസ് എന്ന് വിളിച്ചു. ആനോഡിൽ നിന്ന് വന്നുകൊണ്ട് നമ്മളതിനെ ആനോഡ് റേസ് എന്ന് വിളിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവർഡ് ദി സബ് അറ്റോമിക് പാർട്ടിക്കിൾ പ്രോട്ടോൺ?
സബറ്റോമിക് പാർട്ടിക്കിളായിട്ടുള്ള പ്രോട്ടോണിനെ കണ്ടെത്തിയത് ആരാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ തോംസൺസ് മോഡൽ ഓഫ് ആൻ ആറ്റം. തോംസണിൻ്റെ ആറ്റത്തിൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അക്കോർഡിംഗ് ടു തോംസൺ, ആൻ ആറ്റം ഈസ് സിമിലർ ടു എ ക്രിസ്മസ് പുഡിംഗ്. ദ പുഡിംഗ് ഹാസ് പോസിറ്റീവ് ചാർജ്, ദ ഇലക്ട്രോൺ ഹാവ് നെഗറ്റീവ് ചാർജ്, വെയർ ലൈക്ക് പ്ലംസ് ഓൺ ദി പുഡിംഗ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു പ്ലം കേക്ക് എടുത്താൽ അതിനകത്ത് മുന്തിരിങ്ങ വെച്ചേക്കുന്ന കൂട്ടങ്ങിങ്ങായിട്ടാണ്. ആ മുന്തിരിങ്ങയാണെന്ത്? ഇലക്ട്രോൺസും ആ കഴിക്കുന്ന ആ ഒരു ഭാഗം അതെന്തായിട്ടും പോസിറ്റീവ് ഭാഗമായിട്ടും എടുത്താൽ ആ ഒരു രീതിയിലാണ് ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആൻഡ് ദി ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറ്റം എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളമാണ്. അതിനവിടെ ഇവിടെയായിട്ട് നെഗറ്റീവ് ചാർജായിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത്, ദ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, സോ ദ ആറ്റം ആസ് എ ഹോൾ ഇൻ ഇലക്ട്രിക്കലി ന്യൂട്രൽ. എന്താണ് പറഞ്ഞേക്കുന്നത്? പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ എണ്ണമായാലും നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ എണ്ണമായാലും എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും ആറ്റത്തിനുള്ളിൽ ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ മോഡൽ കൊണ്ട്, പ്ലം പുഡിംഗ് മോഡൽ കൊണ്ട് പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. പക്ഷേ തോംസണിൻ്റെ മോഡൽ ഫെയിലായിപ്പോയി. അത് പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. തോംസൺ പ്ലം പുഡിംഗ് മോഡലിലൂടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മോഡൽ ഫെയിലായിപ്പോയി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. അത് കഴിഞ്ഞാൽ ബോർ പഠിക്കും. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.